കുട്ടിയുണ്ടെന്നും കുട്ടി ഗർഭിണിയാണെന്നുള്ള സംശയം ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ചൈൽഡ് ലൈൻ ടീം മെമ്പർ പോയി സംസാരിക്കുകയും ഡോക്ടറുമായി സംസാരിച്ച് ചെക്കപ്പ് ചെയ്തതിന് ശേഷം കുട്ടി ഗർഭിണിയാണെന്ന് അറിയും. അതിനുശേഷം ചൈൽഡ് ലൈനിൻ്റെ ആളുകൾ കുട്ടിയുമായിട്ട് സ്വകാര്യമായിട്ട് സംസാരിച്ചതിൽ നിന്നാണ് ഇങ്ങനെ സ്വന്തം അമ്മാവനും അമ്മയുടെ ചേച്ചിയുടെ മകനും നാളുകളായിട്ട് ഈ കുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നതായിട്ട് കുട്ടി പറഞ്ഞത്. ആശുപത്രിയിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ ചൈൽഡ് ലൈൻ വെൽഫെയർ കമ്മിറ്റിയിൽ ഹാജരാക്കും. മീഡിയ 1 വയനാട്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കേരള ഹൌസിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും എംപിമാരും അടയ്ക്കാനുള്ളത് ലക്ഷങ്ങളുടെ കുടിശ്ശിക. 1998 മുതൽ 14 വർഷത്തെ കാലയളവിൽ 1/2 കോടിയോളം രൂപയാണ് ജനപ്രതിനിധികളും മറ്റും അടച്ചു തീർക്കാനുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 74,000 രൂപയും എൻ കെ രാഘവൻ എം പി 10 ലക്ഷത്തിനടുത്ത് നമസ്കാരം, ന്യൂസ് ആൻഡ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. സോളാർ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാർ കോടതിയുടെ പ്രതിച്ഛായ തകർക്കുന്നുവെന്ന് കോടതി പറഞ്ഞു. ഒരു കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നതിന് മുൻപേ പ്രതികളെ മറ്റൊരു കോടതിയിൽ ഹാജരാക്കുന്നുവെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. കോടതിയുടെ പരാമർശങ്ങളുടെ പേരിൽ മാധ്യമങ്ങൾ എന്തെങ്കിലും തന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കോടതിയുടെ പരാമർശങ്ങൾ മാധ്യമങ്ങൾ വിശദമായി പഠിച്ച ശേഷം ചോദ്യം ചോദിച്ചാൽ പ്രതികരിക്കാം. കോടതിയോട് പൂർണ്ണ ബഹുമാനമുണ്ടെന്നും മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഹൈക്കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനെതിരായ ഹൈക്കോടതി പരാമർശത്തെക്കുറിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. പരാമർശത്തിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. സരിത നായരെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സർക്കാരിനെ രക്ഷിക്കാനാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. ശ്രീധരൻ നായർ 164 പ്രകാരം നൽകിയ മൊഴി പുറത്തായാൽ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കേണ്ടി വരും. അധികാരമൊഴിഞ്ഞില്ലെങ്കിൽ കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയെ തടയാൻ ആയിരങ്ങൾ തെരുവിലിറങ്ങുമെന്നും കോടിയേരി പറഞ്ഞു. പെരുമ്പാവൂർ വെങ്ങോലയിൽ പാറമടയിടിഞ്ഞ് അപകടം. 4 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. 3 പേരെ രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഉൾപ്പെടുന്ന സംഘം രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അരീക്കോട് ഭാര്യയെയും മക്കളെയും വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് ഷെരീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തതിനു ശേഷം അല്പസമയത്തിനകം മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും. മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഷെരീഫിന്റെ ശ്രമത്തെ സാബിറ എതിർത്തതും വിറ്റുപോയ സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ചുള്ള വാക്കുതർക്കവുമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് അന്വേഷണ സംഘത്തലവൻ K അഭിലാഷ് പറഞ്ഞു. വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ ബന്ധുക്കൾ പീഡിപ്പിച്ചു. കുട്ടിയുടെ ശാരീരികാവസ്ഥയിൽ സംശയം തോന്നിയ അംഗൻവാടി ടീച്ചറാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഗർഭിണിയായ കുട്ടിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഏറ്റെടുത്തു. അടുത്ത 6 മാസത്തേക്ക് എന്തെങ്കിലും സമരങ്ങളിൽ പങ്കെടുത്താൽ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്നും 6 മാസം കഴിഞ്ഞ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ്